ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ഷാഡോ 34 ഭാഗം. രചന ആമിക, അവതരണം ബിൻസു ഷിജി. ഫോണിലെ ലൊക്കേഷൻ ഒരിക്കൽ കൂടി റാം പരിശോധിച്ചു. ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡൻ, തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തിൽ നോവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടം. ലൊക്കേഷൻ ഉറപ്പിച്ചതോടെ റാം വണ്ടി വെട്ടിത്തിരിച്ചു. ഹോട്ടലിൽ നിന്ന് തുടങ്ങുന്ന അവളുടെ ഈ യാത്ര ഒരുപക്ഷെ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നകന്ന് വിജനമായ ഏതെങ്കിലും വനമേഖലയിലേക്കായിരിക്കാം. ലക്ഷ്യസ്ഥാനത്തേക്കുള്ള ഇനിയുള്ള 1 മണിക്കൂർ യാത്ര റാമിനൊരു യുഗത്തോളം നീണ്ടതുപോലെ തോന്നി. ഡാഡി പറഞ്ഞതുപോലെ ഇതും അവളുടെ പതിവ് കുരുത്തക്കേടുകൾ ഒന്ന് മാത്രമായിരിക്കണേ എന്ന് റാം ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. എവിടെയെങ്കിലും സുരക്ഷിതയായി അവൾ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന പ്രതീക്ഷ അവനെ ആശ്വസിപ്പിച്ചു. എങ്കിലും ആ പ്രത്യാശകൾക്കിടയിലും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഭയം റാമിൻ്റെ നെഞ്ചിൽ കനലായി എരിയുന്നുണ്ടായിരുന്നു. ഇനി എന്താണ് ചെയ്യുക? ആരോടാണ് എൻ്റെ കുഞ്ഞിനെപ്പറ്റി ഞാനൊന്ന് ചോദിക്കുക? അനന്തമായ റോഡിലേക്ക് നോക്കി റാം സ്വയം ചോദിച്ചു. ഉള്ളിൻ്റെ ഉള്ളിൽ പടർന്ന ആ ശൂന്യത റാമിനെ വല്ലാതെ തളർത്തി. അധികാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും സ്വന്തം മകളുടെ നിഴൽ പോലും തൊടാൻ കഴിയാതെ നിൽക്കുന്ന ഈ നിമിഷത്തിൽ താൻ എത്രത്തോളം നിസ്സഹായനാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്നാണ് വർഷയെക്കുറിച്ചുള്ള ഓർമ്മ റാമിനെ പിടികൂടിയത്. താൻ അരികിലുള്ളപ്പോൾ മാത്രമാണ് അവൾക്ക് ആ പഴയ വേദനകളെയും ഇരുണ്ട ഓർമ്മകളെയും മറന്ന് അല്പമെങ്കിലും സമാധാനമായി ഇരിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അവൾ വീട്ടിൽ തനിച്ചാണ്. തനിച്ചിരിക്കുമ്പോൾ പഴയ ഭയാനകമായ ചിന്തകൾ ഒരു വേലിയേറ്റം പോലെ അവളെ വീണ്ടും പൊതിയുന്നുണ്ടാകും. ആ ചിന്ത റാമിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവൻ വേഗത്തിൽ വർഷയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. കുറച്ച് റിങ്ങുകൾക്ക് ശേഷം അവളുടെ ശബ്ദം കേട്ടതും റാമിൻ്റെ ഉള്ളിലെ തിരമാലകൾ അല്പം ശാന്തമായി. മോളെ വർഷ, എന്തെടുക്കുകയാണ്? നീ ഒന്നും കഴിച്ചില്ലല്ലോ. എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കണം കേട്ടോ. വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ടാണ് പെട്ടെന്ന് പോകേണ്ടി വന്നത്. നീ അധികം ചിന്തിച്ചു കൂട്ടരുത്. അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും തൻ്റെ ശബ്ദത്തിലെ വിറയൽ അവൾ തിരിച്ചറിയാതിരിക്കാൻ റാം വല്ലാതെ പാടുപെടുകയായിരുന്നു. മകളെ കാണാതായെന്ന ക്രൂരമായ സത്യം അവളിൽ നിന്ന് മറച്ചു വയ്ക്കുമ്പോൾ ഓരോ വാക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അഗ്നി പോലെ പൊള്ളുന്നുണ്ടായിരുന്നു. ഡോൺ വറി റാം, ഇനി ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയെയും ഈ വർഷ പേടിക്കില്ല. താനുണ്ടല്ലോ കൂടെ, അത് മതി എനിക്ക്. ഇനിയുള്ള കാലം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. വർഷയുടെ വാക്കുകളിൽ തികഞ്ഞ ആത്മവിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ റാമിന് വല്ലാത്തൊരാശ്വാസം തോന്നി. തൻ്റെ മനസ്സിലെ ഭാരം അല്പമൊന്ന് കുറഞ്ഞതുപോലെ. ശരി വർഷ, ഞാൻ പിന്നെ വിളിക്കാം. ടേക്ക് കെയർ. അവളെ സമാധാനിപ്പിച്ച് റാം ഫോൺ വെച്ചു. ആ നിമിഷം തന്നെ അവൻ തൻ്റെ മുഖത്തെ ഭാവങ്ങൾ മാറ്റി വണ്ടി ഹോട്ടൽ ഹിൽട്ടൺ ഗാർഡൻ ലക്ഷ്യമാക്കി. അവിടെ കാത്തുനിന്ന കോൺസ്റ്റബിളുടെ മുഖത്തെ പരിഭ്രമം റാമിന് കാര്യങ്ങളുടെ ഗൗരവം വ്യക്തമാക്കി കൊടുത്തു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ റാം വല്ലാത്ത വെപ്രാളത്തോടെ അയാൾക്ക് നേരെ നടന്നു. എടോ, എന്താ അവിടെ സംഭവിച്ചത്? കാര്യം പറ. തൻ്റെ ഉള്ളിലെ അഗ്നിപർവ്വതം പുറത്തു വരാതിരിക്കാൻ റാം പാടുപെട്ടു. സർ, അത് കോൺസ്റ്റബിൾ വിക്കി. എന്താ ഉണ്ടായതെന്നാണ് ചോദിച്ചത്? സമയം കളയാതെ കാര്യം പറ. റാമിൻ്റെ ശബ്ദത്തിൽ രോഷവും ഉത്കണ്ഠയും അലയടിച്ചു. സർ, ഇന്നലെ തന്നെ മടങ്ങാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. പക്ഷേ വൈകുന്നേരമായപ്പോൾ നോവ കുഞ്ഞ് പെട്ടെന്ന് ആ പ്ലാൻ മാറ്റി. അപ്പോഴാണ് മിനിസ്റ്റർ സാറിൻ്റെ കൊച്ചുമകൻ വന്നത്. കുഞ്ഞ് ആ വണ്ടിയിൽ കയറി പോവുകയും ചെയ്തു. സാറന്മാരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള അടുപ്പം എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല. കോൺസ്റ്റബിൾ അല്പം ശ്വാസം എടുത്ത് തുടർന്നു. പിന്നെ രാവിലെ ആയിട്ടും അവർ തിരികെ എത്തിയില്ല. ഞാൻ മോളെ ഒരുപാട് തവണ വിളിച്ചു നോക്കി, ഒരു മറുപടിയുമില്ല. ആ പയ്യൻ്റെ നമ്പറിലും വിളിച്ചു, പക്ഷെ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് സാർ. അതുകൊണ്ട് എനിക്ക് പേടിയായി. പറഞ്ഞു നിർത്തുമ്പോൾ അയാളുടെ മുഖം ഭയത്താൽ വിളറിയിരുന്നു. ആര്? രാഹുലോ? അതിന് അവൻ ഇവിടെ ഇല്ലല്ലോ. 3 ആഴ്ച മുമ്പല്ലേ അവൻ കാനഡയ്ക്ക് പോയത്. റാം അവിശ്വസനീയതയോടെ ചോദിച്ചു. സർ, എനിക്ക് തെറ്റിയിട്ടില്ല. ഞാൻ ആ വണ്ടി വ്യക്തമായി കണ്ടതാ. ബ്ലാക്ക് മിനി കൂപ്പർ, നമ്പർ 3333. പയ്യൻ്റെ മുഖം കൃത്യമായി കാണാൻ സാധിച്ചില്ലെങ്കിലും വണ്ടിയും ആ നമ്പറും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കോൺസ്റ്റബിൾ ഉറപ്പിച്ചു പറഞ്ഞു. റാം ഒന്ന് ആലോചിച്ചു. രാഹുൽ കാനഡയിലാണെങ്കിൽ പിന്നെ ആരാണ് ആ വണ്ടി ഓടിച്ചത്? രാഹുലിൻ്റെ വണ്ടി മറ്റാരെങ്കിലും എടുത്തതാണോ? അതോ രാഹുൽ തിരിച്ചെത്തിയോ? ആശ്വാസത്തേക്കാൾ ഉപരി ഒരു വലിയ നിഗൂഢത തന്നെ പൊതിയുന്നതായി അദ്ദേഹത്തിന് തോന്നി.
ശരി, അവൾ ഏത് റൂമിലായിരുന്നു? എനിക്ക് അവളുടെ മുറി ഒന്ന് കാണണം. സർ, റൂം നമ്പർ 164. കോൺസ്റ്റബിളിൻ്റെ മറുപടി കേട്ടതും റാം ഒന്നും ആലോചിച്ചില്ല. വേഗത്തിൽ ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് നടന്നു. ചുറ്റുമുള്ളതൊന്നും അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തൻ്റെ മകളുടെ മണവും അവളുടെ സാമീപ്യവും ആ മുറിയിൽ ബാക്കിയുണ്ടാകുമെന്ന് അവൻ വിശ്വസിച്ചു. റിസപ്ഷൻ്റെ മുന്നിലെത്തിയ റാം ഗൗരവത്തിൽ ആവശ്യപ്പെട്ടു, റൂം നമ്പർ 164 സ്പെയർ കീ വേണം. റിസപ്ഷനിസ്റ്റ് റാമിനെ ഒന്ന് അടിമുടി നോക്കി. കടുപ്പത്തിൽ ചോദിച്ചു, എന്തിന്? അത് ആരുടെ റൂമാണെന്ന് സാറിന് അറിയാമോ? അതെനിക്കറിയാം. ആ റൂം എടുത്തിരിക്കുന്നത് എൻ്റെ മകളാണ്. അങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ കീ ഒന്നും തരാൻ പറ്റില്ല സർ. റിസപ്ഷനിസ്റ്റ് ഒട്ടും അയയാതെ തുടർന്നു. ആ കുട്ടി ഇപ്പോൾ പുറത്താണ്. അവൾ തിരികെ വരട്ടെ. അതുവരെ താങ്കൾക്ക് വേണമെങ്കിൽ വെയിറ്റിംഗ് ഏരിയയിൽ കാത്തിരിക്കാം. റാം ഗൗരവത്തോടെ തൻ്റെ പോക്കറ്റിൽ നിന്നും ID കാർഡ് എടുത്ത് അയാൾക്ക് മുന്നിലേക്ക് നീട്ടി. ഐ എം സോറി, ഞാൻ DGP റാം. നോവ എൻ്റെ മകളാണ്. അത് കണ്ടതും റിസപ്ഷനിസ്റ്റിൻ്റെ ഭാവം പെട്ടെന്ന് മാറി. വിറയ്ക്കുന്ന കൈകളോടെ കീ എടുത്ത് നീട്ടി അവൻ പറഞ്ഞു, സോറി സർ, ആളെ മനസ്സിലായില്ല. ഞാനിവിടെ പുതിയ ആളാണ്. ഇത്രയും കാലം ബാംഗ്ലൂരായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ സർ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് അത്യാവശ്യമായി ഹോട്ടൽ ഉടമയെ ഒന്ന് കാണണമായിരുന്നു. സാധിക്കുമെങ്കിൽ അദ്ദേഹത്തോട് ഇങ്ങോട്ടൊന്ന് വരാൻ പറയാമോ? ഞാൻ 164 നമ്പർ റൂമിലുണ്ടാകും. അതും പറഞ്ഞ് റാം തിരക്കിട്ട് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. മകൾ തങ്ങിയിരുന്ന റൂമിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു. വെറും 2 ദിവസം മാത്രം അവൾ തങ്ങിയ മുറി. പക്ഷെ അവിടെയെങ്ങും നോവയുടെ സാമീപ്യം അലയടിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. എവിടെയാണ് അവൾ? റാം മുറിയിലെ ഓരോ കോണിലും കണ്ണോടിച്ചു. അടുക്കി വെച്ച പുസ്തകങ്ങൾക്ക് മുകളിൽ അവളുടെ പ്രിയപ്പെട്ട ക്യാമറ കിടപ്പുണ്ടായിരുന്നു. അതിനടിയിൽ താൻ അന്വേഷിച്ച് നടന്നിരുന്ന ആ വസ്തു, നോവയുടെ ഡയറി. അത് കണ്ടതും റാമിൻ്റെ നെഞ്ചിൽ ചെറിയൊരു ആശ്വാസം പടർന്നു. എല്ലാ കാര്യങ്ങളും അതിൽ കുറിച്ചിടുന്ന ശീലക്കാരിയാണ് നോവ. എന്ത് ചെയ്യുന്നതിന് മുൻപും അവൾ അതിൽ എഴുതാറുണ്ട്. ഒരുപക്ഷെ അവൾ എങ്ങോട്ടാണ് പോയതെന്നും ആരുടെ കൂടെയാണെന്നും ഈ ഡയറിയിൽ ഉണ്ടാകും. വിറയ്ക്കുന്ന കൈകളോടെ റാം ഡയറി തുറന്നു. അവൻ്റെ കണ്ണുകൾ അതിലെ ഓരോ അക്ഷരങ്ങളിലൂടെയും പരതാൻ തുടങ്ങി. ഡയറിയുടെ ആദ്യ പേജിൽ തന്നെ റാമിൻ്റെയും വർഷയുടെയും ചിരിക്കുന്ന ചിത്രം. അതിന് താഴെയായി ആ കൊച്ചുവരി, മൈ വേൾഡ്. അതെ, അവർ മാത്രമായിരുന്നു അവളുടെ ലോകം. ആ ലോകം തന്നെ നഷ്ടപ്പെട്ടേക്കുമെന്ന ഭയം റാമിൻ്റെ ഹൃദയത്തിൽ അലയടിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ഡയറിയിലൂടെ അവസാന പേജുകളിലേക്ക് കണ്ണോടിച്ചു. അവളുടെ അവസാന കുറിപ്പിലെ വരികൾ അവൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു. ഇന്ന് രാഹുലേട്ടൻ വരുന്നു. ഞാൻ ഏട്ടൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോവുകയാണ്. തിരിച്ചു വന്നിട്ട് വിശേഷങ്ങൾ പറയാം കേട്ടോ. അവൾ അവസാനമായി എഴുതിയ വാക്കുകൾ റാമിൻ്റെ നെഞ്ചിൽ തറച്ചു. അപ്പോഴാണ് മുറിക്ക് പുറത്ത് ഒരു ശബ്ദം കേട്ടത്. സർ, മേ ഐ കമിങ്? റാം പെട്ടെന്ന് ഡയറി മടക്കി മകളുടെ ഗന്ധം പേർന്ന ആ ചെറിയ പുസ്തകം വളരെ ഭദ്രമായി അദ്ദേഹം തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. യെസ് പ്ലീസ്. വാതിൽ തുറന്ന് ഏകദേശം 30 വയസ്സോളം തോന്നിക്കുന്ന ഒരാൾ അകത്തേക്ക് വന്നു. സർ, ഞാൻ രാജീവ്. ഈ ഹോട്ടലിൻ്റെ മാനേജറാണ്. മുതലാളി സ്ഥലത്തില്ല, പുറത്തു പോയേക്കുവാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? റാം ഗൗരവത്തോടെ എഴുന്നേറ്റ് നിന്നു. നെഞ്ചോട് ചേർത്ത ഡയറിക്ക് മുകളിലൂടെ അവൻ്റെ കൈകൾ ബലമായി അമർന്നു. എനിക്ക് ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ വേണം. നോവ വന്ന ദിവസം മുതൽ ഇന്ന് വരെയുള്ള ഫൂട്ടേജ്. അത് പുറത്തു നിൽക്കുന്ന കോൺസ്റ്റബിളിനെ ഏൽപ്പിച്ചാൽ മതി. പിന്നെ ഇന്നലെ അവൾ ആ കാറിൽ കയറിപ്പോയ ദൃശ്യങ്ങൾ എനിക്കിപ്പോഴൊന്ന് കാണണം. രാജീവ് തലയാട്ടി. ശരി സർ, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഞാൻ ഫൂട്ടേജ് ഇങ്ങോട്ട് എത്തിക്കാം. അയാൾ വേഗത്തിൽ നടന്നു നീങ്ങവേ റാം തടഞ്ഞു. നോ രാജീവ്, ഞാനും കൂടെ വരുന്നു. മകളെപ്പറ്റി അറിയാനുള്ള വല്ലാത്തൊരു തിടുക്കം അയാളുടെ വാക്കുകളിലുണ്ടായിരുന്നു. രാജീവിൻ്റെ ക്യാബിനിലെത്തിയ റാം സ്ക്രീനിലേക്ക് കണ്ണുകൾ നട്ടു. CCTV ദൃശ്യങ്ങൾ പതുക്കെ നീങ്ങി. ഹോട്ടലിൻ്റെ പ്രവേശന കവാടത്തിൽ രാഹുലിൻ്റെ ബ്ലാക്ക് മിനി കൂപ്പർ പതുക്കെ വന്നു നിന്നു. സ്ക്രീനിലെ ദൃശ്യങ്ങൾ റാമിനെ വല്ലാതെ ഉലച്ചു. ഹോട്ടലിൽ നിന്നും ഗൗരവത്തോടെ പുറത്തേക്കിറങ്ങുന്ന നോവ പെട്ടെന്ന് അവളുടെ മുഖത്ത് മിന്നിമാഞ്ഞ ആ സുപരിചിതമായ പുഞ്ചിരി. അവൾ ഓടിച്ചെന്ന് ആ വണ്ടിയിലേക്ക് കയറുന്നത് കണ്ട് റാം ശ്വാസം അടക്കി പിടിച്ചു. ആ ദൃശ്യം അവൻ്റെ ഉള്ളിലെ ഭയത്തെ 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഫോൺ ശബ്ദിച്ചത്. വല്ലാത്തൊരു ഞെട്ടലോടെ അദ്ദേഹം സ്ക്രീനിലേക്ക് നോക്കി. ഫോൺ ചെവിയോട് ചേർത്തതും റാമിന് ചുറ്റും ലോകം കറങ്ങുന്നത് പോലെ തോന്നി. മറുതലക്കിൽ നിന്ന് കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ റാം തളർന്ന് കസേരയിലേക്ക് ഇരുന്നുപോയി. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിന്ന് ഫോൺ താഴേക്ക് വഴുതി വീണു. സ്ക്രീനിൽ നോവ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് ആ വണ്ടിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഫോണിലൂടെ കേട്ട വാക്കുകൾ
അവൻ്റെ ലോകത്തെ തന്നെ കീഴ്മേൽ മറിച്ചിരുന്നു. തുടരും. അടുത്ത ഭാഗവുമായി കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.